നമസ്കാരം. മോദിക്ക് മുന്നിൽ ഇനി ഉടക്കി നിന്നിട്ടോ തടസ്സം നിന്നിട്ടോ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയതോടെ ചൈന പതിയെ നിലപാടുകളിൽ നിന്നും അയഞ്ഞു തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ വരയ്ക്കുന്ന വരയിൽ ചൈന നിൽക്കും. അതുകൊണ്ടാണ് ചൈന കഴിഞ്ഞ 6 മാസമായി നിർത്തിവെച്ചിരുന്ന അപൂർവ ധാതു കയറ്റുമതി വീണ്ടും നടത്താനുള്ള തീരുമാനത്തിലെത്തിയത്. കാരണം ഇന്ത്യ ഭരിക്കുന്നത് നല്ല ഉരുക്കിന്റെ നട്ടലുള്ള മോദിയാണ്. അതുകൊണ്ട് തന്നെ ആർക്കു മുന്നിലും തന്റെ നിലപാടുകളോ തീരുമാനങ്ങളോ അടിയറവ് വെക്കാൻ മോദി തയ്യാറാകില്ല. അതുകൊണ്ടാണ് പിണങ്ങി നിന്ന ചൈന ഒടുവിൽ എല്ലാ കാര്യത്തിലും നയം മാറ്റി തഞ്ചത്തിൽ ഇന്ത്യക്ക് മുന്നിൽ എത്തിയത്. 5 വർഷത്തിനു ശേഷം ഇന്ത്യയും ചൈനയും ഭായിമാർ ആയിരിക്കുന്നത്. അതിർത്തിയിലെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സെറ്റാക്കിയതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ബന്ധം സാധാരണ നിലയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2 നിബന്ധനയെ അവർക്കുള്ളൂ. പക്ഷേ ആ നിബന്ധനകൾ അനുസരിക്കണം, എങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അവരുടെ നിബന്ധനയിൽ ആദ്യത്തേത് യുഎസിനെ ഇന്ത്യയുടെ 7 അയലത്തേക്ക് അടുപ്പിക്കരുത് എന്നാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ കാണുന്നത് ചാത്തൻ കുരിശു കണ്ടതുപോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈന ഇന്ത്യയുടെ ഇക്കാര്യം മുൻകൂട്ടി പറഞ്ഞത്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്, അതായത് അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിർത്തി 6 മാസത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത്യക്ക് ഏറെ ആശ്വാസം നൽകിക്കൊണ്ടുള്ള ചൈനയുടെ തീരുമാനം വന്നത്. ഇലക്ട്രിക് വാഹന വിപണിക്കും പ്രകൃതി സൗഹൃദ ഊർജ മേഖലയ്ക്കും ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാണ രംഗത്തിനും വൻ പ്രതീക്ഷ നൽകുന്നതാണ് ചൈനയുടെ ഈ പുതിയ തീരുമാനം. ഇന്ത്യയിലെ 4 കമ്പനികൾക്കാണ് ചൈനയിൽ നിന്നും അപൂർവ ധാതുക്കൾ വാങ്ങുവാനുള്ള അനുമതി ലഭിച്ചത്. ഹിറ്റാച്ചി, കോണ്ടിനെന്റൽ, ജെ ഉഷിൻ, DE ഡയമണ്ട്സ് തുടങ്ങിയ കമ്പനികൾക്കാണ് അനുമതി നൽകിയത്. ചൈന മുന്നോട്ട് വെച്ച 2 നിബന്ധനകൾ അംഗീകരിച്ചതോടെയാണ് ഇവർക്ക് അനുമതി നൽകിയത്. ചൈനയിൽ നിന്നും വാങ്ങിയ അപൂർവ ധാതുക്കൾ യുഎസിനെ മറിച്ച് വിൽക്കരുതെന്നും സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നുമാണ് നിബന്ധന. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരെ ഇറക്കുമതി താരിഫ് കുത്തനെ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം സ്തംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ കൂടിക്കാഴ്ച നടത്തിയതോടെ വ്യാപാര ബന്ധം പുനരാരംഭിച്ചേക്കുമെന്നും സൂചനയുണ്ടായിരുന്നു. യുഎസുമായുള്ള വ്യാപാര ബന്ധം വഷളായ ഘട്ടത്തിലാണ് ഇന്ത്യൻ കമ്പനികൾക്ക് മുന്നിൽ ചൈന നിബന്ധനകൾ വെച്ചത്. ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കില്ല എന്ന് ഇന്ത്യൻ കമ്പനികൾ എഴുതി നൽകിയിട്ടുണ്ട്. അതേസമയം അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്ക് അനുമതി തേടിയ 50ഓളം കമ്പനികളുടെ അപേക്ഷ ഇപ്പോഴും ചൈനീസ് വാണിജ്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിന് പിന്നാലെയാണ് ചൈനയുടെ ഈ തീരുമാനം ഉണ്ടായത്. ഇനി യുഎസും ചൈനയും തമ്മിലുള്ള ബന്ധം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കുന്നതോടെ ഇന്ത്യയുടെ പ്രതിസന്ധി അവസാനിക്കുമെന്നാണ് വ്യവസായ മേഖലയിലുള്ളവർ നൽകുന്ന സൂചന. ചൈന അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിർത്തിയതോടെ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന മേഖലയാണ് ഏറ്റവും അധികം പ്രതിസന്ധിയിലായത്. മാരുതി സുസുക്കി അടക്കമുള്ള കമ്പനികളുടെ ഉൽപാദനം ഉടൻ സ്തംഭിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ അപൂർവ ധാതുക്കളുടെ ശേഖരമുള്ള രാജ്യമാണ് ചൈന. ലഭ്യമായ 61% അപൂർവ ധാതുക്കളിൽ 92% ചൈന സംസ്കരിക്കുമെന്നാണ് അന്താരാഷ്ട്ര ഊർജ ഏജൻസികളുടെ കണക്ക്. ഇലക്ട്രിക് വാഹനങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, കാറ്റാടി യന്ത്രങ്ങൾ, ഡ്രോണുകൾ, വ്യവസായ യന്ത്രങ്ങൾ തുടങ്ങിയ മിക്കതും നിർമ്മിക്കണമെങ്കിൽ അപൂർവ ധാതുക്കൾ അത്യാവശ്യമാണ്. അപൂർവ എർത്ത് മാഗ്നറ്റിക് വ്യവസായത്തിൽ ചൈനയ്ക്ക് ലോകമെമ്പാടും വലിയ ആധിപത്യമുണ്ട്. ആഗോളതലത്തിലെ അപൂർവ എർത്ത് ലോഹങ്ങളുടെ ഖനനത്തിന്റെ ഏകദേശം 70% ചൈനയാണ് കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ ലോകത്തിലെ അപൂർവ എർത്ത് മാഗ്നറ്റിക് ഉൽപാദനത്തിന്റെ ഏകദേശം 90% നിയന്ത്രിക്കുന്നതും ചൈനയാണ്. അപൂർവ എർത്ത് അയിരുകളുടെ ഖനനം, മൂലകങ്ങളുടെ ശുദ്ധീകരണം, അലോയ് ഉൽപ്പന്നം, കാന്തങ്ങളുടെ നിർമ്മാണം എന്നിവ ഉൾപ്പെടുന്ന മുഴുവൻ വിതരണ ശൃംഖലയിലും ചൈനയ്ക്കുള്ള നിയന്ത്രണമാണ് ഈ ആധിപത്യത്തിന് പ്രധാന കാരണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച